ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്ന് കേരള ടു കാശ്മീർ റോഡ് ട്രിപ്പിൻ്റെ 4ാമത്തെ ദിവസമാണ്. ഇന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ താമസിച്ചത് മധ്യപ്രദേശിലെ ശിവാനി എന്ന സ്ഥലത്ത് ഒരു പെട്രോൾ പമ്പിലായിരുന്നു. അവിടെ നിന്ന് രാവിലെ തന്നെ നമ്മൾ യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. കാറിൽ തന്നെ വിശ്രമിച്ചതുകൊണ്ട് നേരെ നന്നായി ഉറങ്ങാനൊന്നും പറ്റിയില്ല. പുറകിലെ സീറ്റിൽ ഞാനും മുൻപത്തെ 2 സീറ്റുകളിൽ രാജേഷും അമ്പിയും വിശ്രമിക്കുകയായിരുന്നു. പുറകിലിരുന്ന് കാല് നിവർത്താൻ വളരെ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഉണർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. നേരെ ഉറങ്ങാൻ പറ്റിയില്ല. ഇന്ന് രാവിലെ മധ്യപ്രദേശ് മുതൽ നമ്മൾ സാഗർ വരെ യാത്ര ചെയ്യാനാണ് പദ്ധതിയിടുന്നത്. പക്ഷേ രാവിലെ തന്നെ വണ്ടി ഓട്ടുമ്പോൾ പ്രശ്നം തുടങ്ങി. ഉറക്കക്കുറവ് കാരണം ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു 10 കിലോമീറ്റർ കഴിയുമ്പോൾ തന്നെ ഉറക്കം തോന്നുന്നൊരവസ്ഥ. രാജേഷിന് നേരെ ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ട് തീരെ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് അറിയിച്ചത്. അപ്പോൾ ഇനി ദീർഘദൂര യാത്ര പോകുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല ഉറക്കം പ്രധാനമാണ്. നന്നായി ഉറങ്ങാതെ ഇത്തരം റോഡുകളിൽ കാർ ഓടിക്കുക വളരെ പ്രയാസമുള്ള കാര്യമാണ്. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഉള്ളത് മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിൻ്റെ ഏകദേശം സെൻട്രൽ ഭാഗത്ത്, നടുഭാഗത്തായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. ഇതാ നമ്മുടെ വണ്ടി ഇവിടെ NH44 അരികിൽ പാർക്ക് ചെയ്തിരിക്കുകയാണ്. നമ്മളിവിടെ അതിരാവിലെ ഏകദേശം 7 മണി സമയമായിരിക്കുകയാണ്. 7 മണി സമയത്ത് ഇവിടെ അതിഭയങ്കരമായ തണുപ്പാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തണുപ്പാണ്. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് റൊട്ടിയും സബ്ജി ഓർഡർ ചെയ്തിരിക്കുകയാണ്. അത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ തണുപ്പ്, അതിഭയങ്കരമായ തണുപ്പാണ്. ഇപ്പം ഗോതമ്പും കരിമ്പ് പാടങ്ങളാണ്. ഒറിജിനൽ ശുദ്ധമായ ഗോതമ്പിൻ്റെ ചപ്പാത്തി. ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രുചിയാണ് ഈ ചപ്പാത്തി. റൊട്ടി എന്നാണ് ഇവർ പറയുന്നത്. ഞങ്ങൾ 5 ചായയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. 10 റൊട്ടിയും 1 സബ്ജിയുമാണ് കഴിക്കാൻ പോകുന്നത്. ഗോതമ്പ് പാടം ഇതാ ഈ കാർ പാർക്ക് നിർത്തിയതിന് അപ്പുറം മുഴുവൻ ഗോതമ്പ് പാടങ്ങളാണ്, കരിമ്പ് പാടങ്ങളാണ്. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ മധ്യപ്രദേശിലെ നർമ്മദ നദി ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നർമ്മദ നദിക്ക് കുറുകെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ റോഡരികിൽ പല സ്ഥലത്തു നിന്നും കരിമ്പും പാടങ്ങളുടെ നടുവിലൂടെ പുക ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് അറിയാനുള്ള കൗതുകത്തോടെ നമ്മളത് നോക്കിയാണ്. കുറച്ച് ദൂരം ചെന്നപ്പോഴാണ് മനസ്സിലായത് അവിടെ ജാഗറി ഉണ്ടാക്കിയാണ്. കരിമ്പിൻ്റെ ഒരു ഉൽപ്പന്നമായ ജാഗറി, അതിൻ്റെ ഇൻഡസ്ട്രികൾ, വ്യവസായങ്ങളാണ് ഈ റോഡരികിൽ കാണുന്നത്. ഒരുപാട് കരിമ്പ് പാടങ്ങളുണ്ട് ഇവിടെ. ഓരോരോ കുടിൽ വ്യവസായം പോലെ റോഡരികിൽ നിന്നും ഉണ്ടാക്കി വിൽക്കുകയാണ്. അതിലൊരു ഫാക്ടറിയിലേക്ക്
കയറി ചെല്ലാം എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. അവിടെ നിന്ന് അവരുടെ ബെല്ലമുണ്ടാക്കുന്നതിൻ്റെ ആ പ്രോസസ്സ് ഒന്ന് കാണാൻ നമുക്ക് ആഗ്രഹമുണ്ട്. അത് ഏറ്റവും അടുത്ത് റോഡരികിൽ വണ്ടി പാർക്ക് ചെയ്ത് അവിടെ ഒന്ന് കാണണമെന്നാണ് തോന്നുന്നത്. പോണ്ട വയറുണ്ട് വയറ് കറണ്ടിൻ്റെ. അങ്ങനെ 50 രൂപക്ക് ബെല്ലവും വാങ്ങിയിട്ട് കാർ പാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തുമ്പോഴാണ് ആ ദുഃഖസത്യം നമ്മൾ മനസ്സിലാക്കുന്നത്. ടയർ പഞ്ചറായിരിക്കുന്നു. വലത്തെ അറ്റത്തെ പുറകിലെ ടയറാണ് പഞ്ചറായത്. ഇവിടെ റോഡ് സൈഡ് കാർ പാർക്ക് ചെയ്യാൻ കുറച്ച് സൈഡിലൂടെ നമ്മൾ ഓടിച്ചുകൊണ്ട് വരികയായിരുന്നു. അപ്പോഴാണ് ഒരു ജല്ലി കല്ല് കാറിൻ്റെ ടയറിലേക്ക് കയറിയത്. നമ്മൾ പാർക്ക് ചെയ്തപ്പോൾ തന്നെ കാറ്റ് പോകുന്ന സൗണ്ട് ശ്രദ്ധിച്ചിരുന്നു. തിരിച്ചു വരുമ്പോഴത്തേക്കും പൂർണ്ണമായും കാറ്റ് പോയിരിക്കുകയാണ്. ഇനി ഈ ടയർ ചേഞ്ച് ചെയ്യാനുള്ള പരിപാടികളിലേക്ക് കടക്കുകയാണ്. അതാണ് പോകട്ടെ ഇതാകുമ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കണം. ക്രോസ് അടിച്ചാൽ മതി കേട്ടോ ഈ വീഡിയോ. അപ്പോൾ റെക്കോർഡാകുന്നുണ്ട്. ഒന്ന് സ്റ്റോപ്പാക്കി അതെ സ്റ്റോപ്പാക്കി. മൂന്ന് കട്ടുണ്ട് ഒരു കട്ട ഇല്ലാട്ടില്ലോ കുറേ നല്ല വേഗാവും അപ്പോൾ വേഗാവും.
ടയറിൽ കയറിയിരിക്കുന്ന ജെല്ലിക്കല്ല് നീക്കം ചെയ്യാൻ നമ്മൾ എത്ര ശ്രമിച്ചെങ്കിലും നടന്നില്ല. അത് വളരെ ആഴത്തിൽ ലോക്ക് ചെയ്ത് കിടക്കുകയായിരുന്നു. ഏകദേശം അതിൻ്റെ കാലിഞ്ച് പുറകിലാണെങ്കിൽ 1 ഇഞ്ച് ഓളം ഉള്ളിലോട്ട് കയറിയിരിക്കുകയായിരുന്നു. അത് എത്ര ശ്രമിച്ചാലും നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റില്ല. എടുക്കണ്ടേ ചില്ലോട്ട് പൊട്ടിക്കണമെങ്കിൽ ഇത് ഉള്ളിൽ ഡാഷ്ബോർഡിൽ പെട്ടെന്ന് ഗ്ലാസ് ആയിട്ട് പൊട്ടിച്ച് പുറത്തേണ്ട ഇത് ഇങ്ങനെയല്ലേ ഉണ്ടായി. അങ്ങനെ കുറച്ചൊരു 10-30 കിലോമീറ്ററോളം ദൂരം സഞ്ചരിച്ചപ്പോൾ ഒരു പഞ്ചർ റിപ്പയർ കടയിലെത്തി. അവിടെയുള്ള പഞ്ചാബി, മധ്യപ്രദേശിലാണ് പഞ്ചാബിയുടെ കട. ഇത് പഞ്ചർ ഒട്ടിച്ചതാണ്. തുണിയാ കിടക്കല അങ്ങോട്ടുള്ള സിഗ്നൽ ഇടുന്നുണ്ട്, ഇങ്ങോട്ട് സിഗ്നൽ ഇട്ടിട്ട് അങ്ങോട്ട് അടുപ്പിച്ച് എന്തായാലും കേട്ടോ. നല്ല സീനുണ്ട്.
സമയം ഉച്ച ഏകദേശം 12:30 മണിയോട് അടുക്കുന്നുള്ളൂ. പക്ഷെ ഇന്നലെ ഉറങ്ങാൻ പറ്റാത്ത കാരണം ഉറക്കുന്നില്ലാണ്. ഇനി യാത്ര തുടരാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇവിടെ ഒരു പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷൻ ഉണ്ട്, സാഗർ എന്ന സ്ഥലം. ഇവിടെ ഒരു 30 കിലോമീറ്ററോളം ഉള്ളിലോട്ട് മാറിയാണ്. അതുകൊണ്ട് NH44 നിന്ന് നമ്മൾ സാഗർ ലക്ഷ്യമാക്കി നീങ്ങിയാണ്. നമ്മളിപ്പോൾ ഉള്ളത് മധ്യപ്രദേശിലെ പ്രധാന ഒരു വിനോദസഞ്ചാര കേന്ദ്രമായ ഒരു പ്രധാന അട്രാക്ഷനായ സാഗർ എന്ന സ്ഥലത്താണ്. സാഗർ എന്ന സ്ഥലത്ത് MS ഗ്രാൻഡ് എന്ന ഒരു ഹോട്ടലിൽ നമ്മൾ മുറിയെടുത്തിരിക്കുകയാണ്. ഇത് 3 പേർക്കുള്ള ഒരു മുറിയാണ്. 3 ബെഡ്റൂമാണ്. ഇത് മിസ്റ്റർ രാജേഷ്. നമസ്കാരം. ഹായ്. ഇനി നമ്മൾ ഉടനെ തന്നെ നാളെ രാവിലെ തന്നെ ആഗ്ര ലക്ഷ്യമാക്കി പുറപ്പെടാൻ പോവുകയാണ്. ആഗ്രയ്ക്ക് ഏകദേശം 300 കിലോമീറ്ററാണ് ഇവിടെ നിന്നുള്ളത്. അത് കഴിഞ്ഞ് പിന്നീട് നമ്മൾ 700 കിലോമീറ്റർ അകലെയുള്ള ഉധംപൂരിൽ ലക്ഷ്യമാക്കി നീങ്ങുകയായിരിക്കും. ഇന്ന് നമുക്കൊരു വിശ്രമം ആവശ്യമാണെന്ന് തോന്നിയതുകൊണ്ടാണ് നമ്മൾ ഉച്ചയ്ക്ക് തന്നെ ഇന്ന് ഈ മുറി എടുത്തിരിക്കുന്നത്. ഇവിടെ വിശ്രമിച്ച ശേഷം നമ്മൾ നമ്മുടെ ദൗത്യം കാശ്മീർ എന്ന ലക്ഷ്യത്തിലേക്ക് യാത്ര തുടരുകയായിരിക്കും.